നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്കത് പ്രചോദനമാകും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു ദിവസം തിരുവനന്തപുരം മുഴുവൻ അടുക്കളയാകുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ, വീടുകളുടെ മുന്നിലെ സ്ഥലങ്ങൾ, കടകളുടെ പരിസരങ്ങൾ, ഓഫീസുകളുടെ മുന്നിൽ വരെ എങ്ങോട്ട് നോക്കിയാലും അടുപ്പുകൾ. ഈ അടുപ്പുകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സ്ത്രീകൾ. അരി, ശർക്കര, തേങ്ങ, മൺകലങ്ങൾ, പിന്നെ ഒരേ സമയം തെളിയുന്ന അനേകം അടുപ്പുകൾ. ഇതൊരു സാധാരണ ഉത്സവമല്ല, ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയാണ്. അതിൻ്റെ കേന്ദ്രത്തിൽ ഭക്തർ സ്നേഹത്തോടെ വിളിക്കുന്ന ആറ്റുകാലമ്മ. കേരള ടൂറിസം ആറ്റുകാൽ പൊങ്കാലയെ ഒരു ഉത്സവത്തിനായി നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായി വിശേഷിപ്പിക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നതനുസരിച്ച് 1997-ലും 2009-ലും യഥാക്രമം ഏകദേശം 15 ലക്ഷവും 25 ലക്ഷവും പങ്കാളിത്തം രേഖപ്പെടുത്തി ഗിന്നസ് അംഗീകാരം ലഭിച്ചു എന്നാണ്. പക്ഷേ ആരാണ് ആറ്റുകാലമ്മ? എന്താണ് ആറ്റുകാലമ്മയ്ക്കും കണ്ണകയ്ക്കും തമ്മിലുള്ള ബന്ധം? എന്തുകൊണ്ടാണ് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നത്? എന്താണ് കുത്തിയോട്ടം? എന്താണ് താലപ്പൊലി? നമുക്ക് ആ കഥയിലേക്ക് പോകാം. ആരാണ് ആറ്റുകാലമ്മ? തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാലിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. ആറ്റുകാലമ്മ എന്ന സ്നേഹനാമത്തിൽ ഭക്തർ ദേവിയെ വിളിക്കുന്നു. ക്ഷേത്ര പാരമ്പര്യത്തിൽ ദേവിയെ തമിഴ് മഹാകാവ്യമായ ശിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ദിവ്യരൂപമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണകി ആരാണെന്ന് നോക്കാം. തമിഴ് സാഹിത്യത്തിലെ മഹത്തായ കൃതികളിലൊന്നാണ് ശിലപ്പതികാരം. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് കണ്ണകി. കണ്ണകിയുടെ ഭർത്താവായ കോവലൻ അന്യായമായി കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടുകയും പാണ്ഡ്യരാജാവിൻ്റെ ഉത്തരവിൽ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നാണ് ഇതിഹാസ കഥ. തൻ്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിച്ച കണ്ണകിയുടെ നീതിബോധവും ക്രോധവും പിന്നീട് മധുരയുടെ നാശവുമായി ബന്ധിപ്പിക്കുന്നതാണ് കഥ. അതുകൊണ്ട് കണ്ണകി വെറും ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, ഭർത്തൃനിഷ്ഠയുടെയും നീതിയുടെയും സ്ത്രീശക്തിയുടെയും പ്രതീകമായാണ് പാരമ്പര്യം അവരെ കാണുന്നത്. കണ്ണകി ആറ്റുകാലിലെത്തിയ കഥ എന്താണെന്ന് നോക്കാം. ക്ഷേത്ര പാരമ്പര്യത്തിൽ പറയുന്ന മനോഹരമായൊരു ഐതിഹ്യമുണ്ട്. മധുരയിലെ സംഭവങ്ങൾക്ക് ശേഷം കണ്ണകി കേരളത്തിലേക്ക് യാത്ര ചെയ്തുവെന്നാണ്. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ആറ്റുകാലിൽ എത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രദേശവാസികൾ ദേവിയെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുവെന്നുള്ളത് പാരമ്പര്യ കഥയാണ്. പിന്നീട് ആറ്റുകാൽ ദേവി ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. കേരള ടൂറിസത്തിൻ്റെ ഉത്സവ രേഖകളിലും ഈ കണ്ണകി ട്രഡീഷൻ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പാരമ്പര്യമാണ്, രേഖാമൂലമുള്ള ചരിത്രമായി ഇതിനെ കാണേണ്ടതില്ല. സ്ത്രീകളുടെ ശബരിമല. ആറ്റുകാൽ ക്ഷേത്രത്തിന് മറ്റൊരു പ്രസിദ്ധമായ വിശേഷണമുണ്ട്, സ്ത്രീകളുടെ ശബരിമല. അതിന് കാരണം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എത്തുന്ന അസാധാരണമായ സ്ത്രീ പങ്കാളിത്തമാണ്. പ്രായഭേദമില്ലാതെ, സാമൂഹിക പശ്ചാത്തല ഭേദമില്ലാതെ അനേകം സ്ത്രീകൾ ഒരേ പ്രാർത്ഥനയോടെ ആറ്റുകാലമ്മയുടെ മുന്നിലേക്ക് എത്തുന്നു. കേരള ടൂറിസവും ക്ഷേത്രത്തിനെ ഈ പേരിൽ വിശേഷിപ്പിക്കുന്നു. എന്താണ് പൊങ്കാല? പൊങ്കാല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തിളച്ച് പൊങ്ങുക എന്ന ആശയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അരി, ശർക്കര, തേങ്ങ, മറ്റ് പരമ്പരാഗത ചേരുവകൾ ഇവ ഉപയോഗിച്ച് മൺകലത്തിൽ മധുരമുള്ള നിവേദ്യം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു. പക്ഷേ പൊങ്കാല വെറുമൊരു ഭക്ഷണം പാകം ചെയ്യലല്ല. അടുപ്പിന് മുന്നിൽ ഇരിക്കുന്ന ഓരോ സ്ത്രീക്കും അവരുടെ സ്വന്തം പ്രാർത്ഥനയുണ്ടാകും. കുടുംബത്തിൻ്റെ നന്മ, കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഐശ്വര്യം, മനഃശാന്തി എല്ലാം ഒരു മൺകലത്തിനരികിൽ പ്രാർത്ഥനയായി മാറുന്നു. ഇവ ഭക്തി വിശ്വാസങ്ങളാണ്. ഇവയെ ഉറപ്പുള്ള ഫലവാഗ്ദാനങ്ങളായി കാണേണ്ടതില്ല. ഇനി എങ്ങനെയാണ് ലക്ഷക്കണക്കിന് അടുപ്പുകൾ തെളിയുന്നത്? ഇതാണ് ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്ന്. ഓരോരുത്തരും ഇഷ്ടമുള്ള സമയത്ത് അടുപ്പ് കത്തിക്കുകയല്ല. ക്ഷേത്രത്തിലെ നിശ്ചിത മുഹൂർത്തത്തിലാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ മേൽശാന്തി അഗ്നി തെളിയിക്കുന്നു. അതിനുശേഷം പണ്ടാര അടുപ്പിലേക്കും അവിടെ നിന്ന് മറ്റ് അടുപ്പുകളിലേക്കും ചടങ്ങിൻ്റെ തുടക്കം വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ദീപത്തിൽ നിന്നും ഒരു നഗരം മുഴുവൻ ഭക്തിയുടെ അഗ്നിയായി മാറുന്ന അനുഭവം. പൊങ്കാല തയ്യാറായ ശേഷം ക്ഷേത്ര പുരോഹിതർ തീർത്ഥം തളിച്ച് നിവേദ്യം അനുഗ്രഹിക്കുന്നതോടെയാണ് ചടങ്ങ് പൂർത്തിയാകുന്നത്.
കാപ്പ് കെട്ടി കണ്ണകി ചരിതവും. പൊങ്കാല ഒരു ദിവസത്തെ ചടങ്ങ് മാത്രമല്ല, ഇത് 10 ദിവസം നീളുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന ഉത്സവത്തിൽ കാപ്പുകെട്ട് പ്രധാന ചടങ്ങാണ്. ഇതോടൊപ്പം ദേവിയുടെ കഥയായ കണ്ണകി ചരിതം സംഗീത രൂപത്തിൽ ആലപിക്കപ്പെടുന്നു. ഈ കഥാപാരായണം 9 ദിവസങ്ങളിലായി തുടരുന്നു. പാണ്ഡ്യരാജാവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഭാഗം എത്തുമ്പോൾ ക്ഷേത്രത്തിലെ വാദ്യങ്ങളും ഭക്തരുടെ വായ്ക്കുലവയും ചേർന്ന് അതീവ ശക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതിനു പിന്നാലെയാണ് പൊങ്കാല അടുപ്പുകൾ തെളിയിക്കുന്ന പ്രധാന ഘട്ടം, കുത്തിയോട്ടം. ആറ്റുകാൽ ഉത്സവത്തിലെ മറ്റൊരു പ്രധാന ആചാരമാണ് കുത്തിയോട്ടം. ഇത് ചെറിയ ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്രതാനുഷ്ഠാനമാണ്. ക്ഷേത്രത്തിലെ ഔദ്യോഗിക വിവരമനുസരിച്ച് 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. ഇവർ മഹിഷാസുര മർദിനിയായ ദേവിയുടെ മുറിവേറ്റ സൈനികരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പാരമ്പര്യ സങ്കല്പം. ഉത്സവത്തിൻ്റെ 3-ാം ദിവസം മുതൽ കുട്ടികൾ 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭക്ഷണ നിയന്ത്രണം, ക്ഷേത്രത്തിൽ താമസം, ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം, പ്രണാമം എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഇനി താലപ്പൊലി. അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് താലപ്പൊലി. പരമ്പരാഗത വസ്ത്രം ധരിച്ച് അലങ്കരിച്ച താലവുമായി പെൺകുട്ടികൾ ദേവിയുടെ മുന്നിലെത്തുന്നു. ആരോഗ്യം, സൗഭാഗ്യം, സന്തോഷം, നല്ല ഭാവി എന്നിവയ്ക്കായി ദേവിയുടെ അനുഗ്രഹം തേടുന്ന പാരമ്പര്യമായാണ് ഇത് നടത്തുന്നത്. ക്ഷേത്രം ഇത് പൊങ്കാല ദിവസത്തെ പ്രധാന ആചാരങ്ങളിലൊന്നായി രേഖപ്പെടുത്തുന്നു. ഇനി ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ നിർമ്മാണ ശൈലിയാണ്. ഇവിടെ കേരളീയവും തമിഴ് ക്ഷേത്ര വാസ്തുവിദ്യയും കൂടിച്ചേരുന്ന ശൈലി കാണാം. ക്ഷേത്രത്തിലെ ശില്പങ്ങളിൽ കാളി, പാർവതി, ശിവൻ, വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ എന്നിവയുടെ രൂപം കാണാം. അങ്ങനെ നോക്കുമ്പോൾ ആറ്റുകാൽ ആരാധനാ കേന്ദ്രം മാത്രമല്ല, ദക്ഷിണേന്ത്യൻ കലയുടെ ശില്പവും വിശ്വാസവും സംഗമിക്കുന്ന ഇടമാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊങ്കാലയാണ് ഏറ്റവും പ്രശസ്തം. എന്നാൽ അത് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക പട്ടികയിൽ ലക്ഷാർച്ചന, തുലാഭാരം, കുഞ്ഞൂണ്, ഐശ്വര്യപൂജ, താലികെട്ട്, പ്രസാദഊട്ട് തുടങ്ങിയ വഴിപാടുകളും ആരാധനകളും ഉൾപ്പെടുന്നു. ഓരോ വഴിപാടിന് പിന്നിലും ഓരോ കുടുംബത്തിൻ്റെയും വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല ഇത്ര പ്രത്യേകമാകുന്നത് എന്ന് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് സ്ത്രീകൾ, പക്ഷേ അവരുടെ ഭാഷകൾ വ്യത്യസ്തമായിരിക്കാം, സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കാം, ജീവിത കഥകൾ വ്യത്യസ്തമായിരിക്കാം, പ്രാർത്ഥനകളും വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ഒരു ദിവസം എല്ലാവരും ഒരേ മണ്ണിൽ അടുപ്പ് കൂട്ടുന്നു, ഒരേ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു, ഒരേ തീയിൽ നിവേദ്യം പാകം ചെയ്യുന്നു. അതുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല ഭക്തിയുടെ മാത്രമല്ല, സ്ത്രീകളുടെ കൂട്ടായ്മയുടെയും സാമൂഹിക ബോധത്തിൻ്റെയും അതുല്യമായ ദൃശ്യമായി മാറുന്നത്. ഇനി ഒരു ദേവി, ഒരു മൺകലം, കുറച്ച് അരിയും ശർക്കരയും തേങ്ങയും, ഒരു ചെറിയ അടുപ്പ്, പക്ഷേ അതിനു ചുറ്റും രൂപപ്പെടുന്നത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാസംഗമം. അതാണ് ആറ്റുകാൽ പൊങ്കാല. കണ്ണകിയുടെ നീതിബോധത്തിൽ നിന്നും ഭദ്രകാളിയുടെ ശക്തിയിലേക്ക്, കുത്തിയോട്ടത്തിൽ നിന്നും താലപ്പൊലിയിലേക്ക്, കാപ്പുകെട്ടിൽ നിന്നും പൊങ്കാലയിലേക്ക്. ആറ്റുകാൽ ക്ഷേത്രം തലമുറകളിലൂടെ കൈമാറി വരുന്ന ക്ഷേത്രത്തിൻ്റെ ജീവിക്കുന്ന ആത്മീയ പൈതൃകമാണ്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആത്മാർത്ഥം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റിലൊന്ന് അറിയിക്കൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.